ഗൈസ്, ഞാൻ മഞ്ജു. ഞാൻ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഒരു ഉരുൾപൊട്ടിയായിരുന്നു പുലർച്ചെ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അപ്പുറയാണ്. ആ ഉരുൾപൊട്ടി ഒരുപാട് ആൾക്കാർ മണ്ടടിയിലും ഒക്കെയാണ്. അപ്പോൾ ഞാനിന്ന് പറയുമ്പോൾ ഞാൻ പുലർച്ചെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് അടുക്കളയിൽ കയറി. അടുക്കളയിൽ പണിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സാധനം നമ്മൾ നൈറ്റ് ആകുമ്പോൾ നെറ്റെല്ലാം ഓഫാക്കി മൊബൈൽ പുറത്ത് വെച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ രാവിലെ ഞാൻ വന്ന് നെറ്റിന് ഓണാക്കിയ സമയത്ത് മെസ്സഞ്ചറിലൊക്കെ ഇങ്ങനെ മെസ്സേജ് സേഫാണോ എന്ന്. അപ്പോൾ എനിക്കറിയത്തില്ല എന്താ സംഭവം സേഫാണെന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അറിയുന്നില്ല ഈ ഉരുൾപൊട്ടലിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ രാവിലെ വേഗം ന്യൂസ് നോക്കുമ്പോൾ നമ്മുടെ ഉരുൾപൊട്ടൽ കാര്യം അറിയുന്നത്. പക്ഷെ എനിക്കതല്ല, ആ വാർത്ത വളരെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ അത് ഓക്കെ. പക്ഷേ എനിക്ക് ഒരു മനസ്സിന്, കാരണം നമ്മൾ ആരുമല്ലാത്ത ചില ആൾക്കാരാണ് ഇതിൻ്റെ മെസ്സഞ്ചറിലൊക്കെ. ചിലപ്പോൾ എനിക്ക് ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ്, അവരോടൊരു ബന്ധം ഞാനിപ്പോൾ ഉണ്ടായില്ല. കാരണം നമ്മൾ ആ നമ്പേഴ്സൊക്കെ അങ്ങ് പോയി. ഫേസ്ബുക്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ലൈക്ക് കമൻറ്റ് കൊടുക്കുമെന്നല്ലാണ്ട് ഒരു ബന്ധമില്ല. നമുക്ക് ആ ഒരു ബന്ധമൊക്കെ അങ്ങ് പോയായിരുന്നു. ആ ഒരു ബന്ധമൊക്കെ പോയി. കാരണം ആ ഒരു കോണ്ടാക്റ്റിലൊക്കെ പോയി. നമ്മുടെ എല്ലാവരും ഇപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കി. ഇപ്പോൾ മാരീഡ് ലൈഫൊക്കെ ആകുമ്പോൾ എല്ലാവരും അവരുടേതായ ലോകമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒതുങ്ങും, അതുപോലെ അവരുടെ ഫാമിലിയായി മക്കളെ അങ്ങനെ ഒതുങ്ങും. അപ്പോൾ പണ്ടത്തെ പോലെ ഫോൺ ചെയ്തിരിക്കാനും ഒന്നും ഇപ്പോൾ ആരും മെനക്കെടുത്തില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഞാൻ രാധിക എന്നൊരു ഫ്രണ്ട്, എന്നോട് വർക്ക് ചെയ്ത കുട്ടിയാണ്. അവൾ ഗൾഫിലൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ അവളെന്നെ വിളിക്കുന്നുണ്ട്. മെസ്സഞ്ചറിൽ കോളാണ്, രാധിക എന്ന് കോൾ വരുന്നത്. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ ചേച്ചി സേഫാണോ ചേച്ചി, സുഖമാണോ ചേച്ചി, അവിടെ ഇങ്ങനെ ഉരുൾപൊട്ടിയെന്ന് അറിയും, ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾ ചേച്ചി അതുകൊണ്ടാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പോൾ എനിക്കങ്ങ്, കാരണം നമ്മുടെ കുടുംബക്കാരോ ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ, പിന്നെ നമ്മൾ കുറച്ച് കാലം ഒരുമിച്ച് വർക്ക് ചെയ്തു എന്നുള്ള ഒരു ബന്ധം വെച്ച്. അതുപോലെ ഗൾഫിൽ നിന്നൊക്കെ എനിക്കറിയത്തില്ല. അവിടെയൊക്കെ നമ്മുടെ മെസ്സഞ്ചറിൽ, എൻ്റെ നാട്ടിലെ ഉള്ള ആൾക്കാരൊക്കെ മെസ്സഞ്ചറിൽ കോൾ വിളിച്ചിട്ട് മഞ്ജു സേഫാണോ മെസ്സേജാണ് ഇങ്ങനെ വന്നത്. ഒത്തിരി മെസ്സേജ് ഒരു ദിവസം എനിക്കിന്ന് വന്നേക്കുന്നത്. കാരണം എനിക്ക് രാവിലെ നമ്മുടെ ഫേസ്ബുക്ക് നെറ്റ് ഓണായി കഴിഞ്ഞ സാറിന് വാട്സപ്പ് കുറേ ഗ്രൂപ്പുകളുണ്ട്. അമ്മോൻ്റെ സ്കൂളിലെ ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഫാമിലി ഗ്രൂപ്പ്, അതിലൊക്കെ മെസ്സേജ് വരാറാണ് സാധാരണ. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്ഡേഷൻസൊക്കെയാണ് വരാറ്. അല്ലാണ്ട് വേറെ ആരും അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ മെസ്സേജ് വാട്സപ്പിൽ, അവിടെ മെസ്സഞ്ചറിലായിട്ട്, വാട്സപ്പിൽ അറിയുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും പണ്ടൊക്കെ ഉള്ളൊരു ബന്ധമാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഞങ്ങൾ കോണ്ടാക്റ്റ് വന്നില്ല. പക്ഷെ അവരെല്ലാം നമ്പറൊക്കെ വെപ്പിച്ച് വിളിക്കുവാണ്. നമ്മളെ വിളിച്ചിട്ട് സേഫാണോ, അവിടെ എങ്ങനെയുണ്ട്, നിങ്ങൾ താമസിക്കുന്ന ഭാഗം ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സമയം നമ്മൾ തമ്മിലൊരു ബന്ധത്തിൻ്റെ പുറത്തൊക്കെ കുറേ ആൾക്കാർ നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മളൊരു ബന്ധം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാത്തുസൂക്ഷിക്കുന്ന കുറച്ച് ബന്ധങ്ങളുണ്ട്. അതായത് ആകെ വളരെ കുറച്ച്. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെയൊക്കെ ഈ രാധിക എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ, വളരെ കുറച്ച് കാലം, ഒരു 3-4 മാസമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. 6 മാസം ഉണ്ടായില്ല. അപ്പോഴേക്കും അവൾ പോയി, അവൾ മാരേജായി പോയി, പിന്നെ ഞാൻ റിസൈൻ ചെയ്തു, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ആ സമയത്തുള്ള കുറച്ച് ബന്ധം, ആ ഒരു നല്ല കൂട്ടാണ് ഞങ്ങളെല്ലാവരും, കുറേ പേരുണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതിൻ്റെ പേരിൽ വിളിച്ചിട്ട് ഒരു വയനാട്ടിലൊരു അപകടം നടന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വയനാട്ടിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ സേഫ് ആയിരിക്കുമോ, എനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള രീതിയിൽ വിളിച്ച് സംസാരിക്കുവാണ്. വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു. ചേച്ചി, എനിക്കത് മെസ്സേജ് കേട്ടപ്പോൾ, ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമോ, ചേച്ചി അവിടെയല്ലേ, എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ചേച്ചി, നമ്മൾ അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. അവളുടെ ആ വാക്കാണ് എനിക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച കാര്യം. കാരണം ചേച്ചി, നമ്മൾ തമ്മിലൊരു ബന്ധം അങ്ങനെ ആയിരുന്നില്ലേ, നമ്മൾ ഒരുമിച്ച് അങ്ങനെ ആയിരുന്നില്ലേ ചേച്ചി, കുറച്ച് കാലം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സ്നേഹത്തിലായിരുന്നില്ല. അപ്പോൾ ഒരു അപകടം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ചേച്ചിക്ക് എന്താ അവിടുത്തെ അവസ്ഥ, വയനാട്ടിൽ അപകടം നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ മനസ്സിലാക്കി. ചേച്ചി, മഞ്ജു ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലേ, അവിടെ ഉണ്ടല്ലോ, സേഫ് ആയിരിക്കണമേ എന്ന് ഫസ്റ്റ് ആ കുട്ടി ആലോചിച്ചത്ര. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ കാത്തു സൂക്ഷിക്കും ചില ബന്ധങ്ങളുണ്ട് കേട്ടോ. നമുക്കൊരു ആപത്ത്, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും വിഷമം വന്നോ എന്ന് അറിയുമ്പോൾ അവരുടെ ആ ഒരു മെസ്സേജ്, അത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ.
കാരണം നമ്മുടെ ആ മേപ്പാടി ഭാഗത്തുള്ള ആ ഒരു അവസ്ഥ ഭയങ്കരമാണ്. കാരണം എനിക്ക് ന്യൂസൊക്കെ വയ്ക്കാൻ ഭയങ്കര ടെൻഷനാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ന്യൂസ് വെച്ചാൽ അതിങ്ങനെ ആ ഒരു വിഷമവും കാണാൻ എനിക്ക് ആവത്തില്ല കേട്ടോ. കാരണം ആൾക്കാർ എടുക്കുന്നത് ഒരുപാട് കുടുങ്ങി കിടക്കണമെന്ന് അത് കാണാൻ നമുക്കൊന്നും ആവത്തില്ല. അപ്പം ഞാൻ ന്യൂസ് പരമാവധി വെക്കാറില്ല. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഒന്ന് മെയിനായിട്ട് വീട്ടിൽ ടി വി ഇപ്പം കാരണം നമ്മൾ ടി വി കാണുന്നത് ടി വി ഇപ്പോൾ നെറ്റ് ഇത് റീചാർജ് ചെയ്യാറില്ല. അപ്പോൾ ടി വി ഒക്കെ കട്ടായിരിക്കുക. കാരണം ഇപ്പോൾ മൊബൈൽസൊക്കെ ഉണ്ട്, അധികം ആരും ടി വി അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ ടി വി വേസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ ഇപ്പോൾ ഇച്ചിരി വലുതായതല്ലേ. ഇപ്പോൾ ഇനിയൊക്കെ ആണെങ്കിൽ വല്ല നമ്മുടെ കിഡ്സിൻ്റെ ചാനലൊക്കെ വെച്ച് അവരിന്ന് കണ്ടോളും. അപ്പോൾ ഞങ്ങൾ ടി വി വെക്കാറില്ല. അപ്പോൾ ടി വി ഇല്ല. പിന്നെ ന്യൂസ് യൂട്യൂബിലാണ് നമ്മൾ പോയി നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കത് എന്തോ ആ ഒരു നമ്മുടെ വിഷമത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു നാട്ടിലൊരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ ആരുമല്ലാത്തവരാവട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറച്ച് കാലം ഒരുമിച്ചുണ്ടാകും കുറച്ചൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ വിളിച്ച് സംസാരിക്കുന്ന അവരൊക്കെയാണ് ശരിക്കും നമ്മളെപ്പോലൊരു ബലമെന്ന് പറയുക. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ബന്ധങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പുഞ്ചിരി അത് തന്നെയാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ. കാരണം നമുക്ക് എന്ത് ദേഷ്യവും മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയോട് നമ്മൾ കാര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ബന്ധം നിലനിൽക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം എനിക്ക് ഇന്നത്തെ ആ മെസ്സേജ് എനിക്ക് ഭയങ്കര രാധികാന്ന് അവരുടെ വാക്കുകൾ, അതുപോലെ മെസ്സഞ്ചറിൽ വാട്സപ്പ് തുറക്കുമ്പോൾ എനിക്കറിയാം. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രൂപ്പ്സ്, അതായത് ഫേസ്ബുക്ക് ഗ്രൂപ്പ്, നമ്മൾ ഡ്രസ്സിൻ്റെ കുറേ ബിസിനസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഗ്രൂപ്പുകൾ, അതിൻ്റെ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം എപ്പോൾ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കാരണം മഞ്ജു സേഫാണോ ഇങ്ങനെ മെസ്സേജാണ്. എല്ലാം ട്രിവാൻഡ്രത്തും പിന്നെ കൊല്ലത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരാരും എന്നെ കണ്ടിട്ട് തന്നെ ഇല്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നു, അവർ സംസാരിക്കുന്നു, ആ ഒരു ബന്ധം മാത്രം. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അഡ്മിൻസ് എന്ന നിലയ്ക്ക് അവരൊക്കെ ആ ഒരു ബന്ധം. പക്ഷേ ആ മെസ്സേജാണ് എൻ്റെ വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ സേഫാണോ, നമ്മളെക്കുറിച്ച് കുറച്ചെങ്കിലും അത് ആ ഒരു ബന്ധം തന്നെയാണ്, ഒരു സ്നേഹബന്ധം. എന്നാൽ നമ്മൾ വെറുപ്പിച്ച ആൾക്കാരും നമ്മളെ വിളിക്കത്തില്ല. നമുക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടാകത്തോട്ടെ, ദേഷ്യം ആളങ്ങ് പോയെങ്കിൽ പോട്ടെ എന്ന് ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു കുറച്ച് കാലമുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്താവട്ടെ, ഇനിയിപ്പോൾ ഒന്നും പരിചയമില്ലാത്തവരാവട്ടെ, മെസ്സഞ്ചറിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച പലരും എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ മെസ്സഞ്ചറിൽ ഞാൻ വയനാടാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സേഫാണോ, താൻ സുഖമായിരിക്കുന്നോ, അവിടെ അടുത്താണോ, അവിടുത്തെ അവസ്ഥ എന്താണ്, തൊട്ടടുത്താണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ സ്ഥലമാണോ, എന്തെങ്കിലും അപകടം നടക്കുന്ന സ്ഥലമാണോ, സേഫായിട്ട് മാറണം, ആ രീതിയിലൊക്കെ ഒരു സംസാരമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പെരും മഴ എന്ന് വെച്ചാൽ ഇന്നലെ 2 ദിവസമായിട്ടിപ്പോൾ രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാത്ത മഴയാണ്. ഇന്നലെ രാത്രി ഞാൻ കരുതി, എനിക്ക് തോന്നുന്നു ഈ വയനാട് ഫുള്ള് ഒലിച്ച് പോകുമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രി തുള്ളി തോറാണ്ട് മഴയായിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കെ ടെൻഷനാണ്. കാരണം കിടക്കുമ്പോൾ മേലൊക്കെ മരങ്ങളുണ്ട്, മരങ്ങൾ വീഴുമോ, ആ ഒരു ടെൻഷനാണ്. കാരണം പ്രത്യേകിച്ച് വയനാടിൻ്റെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു മണ്ണാണ്, ഒലിച്ചു പോകുന്ന മണ്ണാണ് നമ്മുടെ വയനാട്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെളിയില്ലാന്ന് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒന്ന് മഴ പെയ്താൽ ഫുള്ള് ചെളിയാണ്, ചവിട്ടി കഴിഞ്ഞ് താഴ്ന്നു പോകുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും വീട് 2 സൈഡിലും കൂടെ ഇങ്ങനെ ഇവിടെ വയലെങ്ങാണ്ട് നികത്തി വീട് വെച്ചതാണ്. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറവാന്ന് പറയും, നമ്മുടെ ചെറിയ കുഞ്ഞു അരുവി എന്ന് പറയുന്ന പോലെ 2 സൈഡും കൂടെ ഫുൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക കുഞ്ഞ്. പക്ഷേ ഇച്ചിരി വെയിലായാൽ അതങ്ങ് വറ്റിപ്പോവും, അങ്ങനെയാണ്. ഇപ്പോൾ 2 സൈഡും വെള്ളം. അപ്പോൾ അവിടെയൊക്കെ നടന്നത് നമുക്ക് മനസ്സിലായി, നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ താഴ്ന്നു പോവും. അങ്ങനത്തെ അവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ അപകടം നടന്ന സ്ഥലവും ഇത് തന്നെയാണ്, ഒരു മലയോര പ്രദേശമാണ്. കഴിഞ്ഞ തവണ ഇതുപോലെ എല്ലാ വർഷവും മിക്കപ്പോഴും അവിടെ ആ മലയോര പ്രദേശത്ത് ഉൾപ്പെടലുണ്ടാവും. അപ്പോൾ ഈ പുലർച്ചെ 3 മണി സമയമായതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. പിന്നെ ഒരു സ്കൂൾ ഫുള്ള് തകർന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ മഴയായപ്പം നമ്മുടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഓക്കെ, താങ്ക് യു മാം. അതിന് തന്നെ ഫസ്റ്റ്. കാരണം അങ്ങനെ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്കൊക്കെ മക്കളെ രാവിലെ വിടണ്ടല്ലോ, ആ ഒരു ഇത്. പക്ഷേ ആ ദുരന്തം ആ സമയം സംഭവിക്കാണ്ട് സ്കൂളൊക്കെ ഓപ്പണായി, സ്കൂളിലൊക്കെ വന്ന സമയത്താണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ എത്രയോ മക്കൾ പോയേനെ, മക്കൾ അതിന് പെട്ടുപോയില്ലായിരുന്നോ. ഇപ്പോൾ ആ ദുഃഖത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനൊക്കെ ചെയ്യുന്നതാണ്, ദൈവത്തോട് ദൈവമേ ഇനി അപകടത്തിൽപ്പെട്ടവരെല്ലാവരും കാത്തോളണേ, ഇത്രയും വേഗം അവരൊക്കെ സേഫായി തിരിച്ചെത്തണേ, അവരൊക്കെ എടുക്കണേ, ജീവനോട് തന്നെ അവരെടുക്കണേന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇപ്പം എനിക്കിപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഒരുപാട് രക്ഷാപ്രവർത്തന നാട്ടുകാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അവരെല്ലാവരുടെ ഫലമായി എല്ലാവരെയും
ഇനി അകത്ത് കുടുങ്ങി കിടക്കുന്നവരെങ്കിലും ജീവനോടെ എല്ലാവരും ജീവനോടെ തന്നെ പുറത്ത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും എന്നെ വിളിച്ച് ഞാൻ എന്നെ സേഫാണോ എന്ന് അന്വേഷിച്ചവർക്കും എന്നെക്കുറിച്ച് എന്നെ അന്വേഷിച്ച് മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. രാധിക ബിഗ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.